സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 2026 കേരള PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരു ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഓടക്കുഴൽ പുരസ്കാരം 2025 EP രാജഗോപാൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏത്? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി GV രാജ അവാർഡാണ് കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. രണ്ടാം ബുദ്ധൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. പ്രാചീന മലയാളം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? ഒഡീഷയിൽ നിന്നുമുള്ള വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ഇന്ത്യയിലെ വാതോർജ നിലയം ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? രാക്കാസ് ആണ്. ഹിമാലയത്തിലെ ലവണജല തടാകം ഏത്? രാക്കാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത. സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏത്? ഷാഹി പാത. സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാതയാണ് ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് ആണ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത്? വൂളാർ തടാകമാണ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത്? വൂളാർ തടാകം. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? അമാൻ സേതു. അമാൻ സേതു.
പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളാണ് ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്. ധാർവാർ ശിലകൾ, യുറേനിയം നിക്ഷേപം. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വല്ലഭായ് പട്ടേലാണ്. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചപ്പാത്തി പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചപ്പാത്തി പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടത് ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗം അല്ലാതിരുന്നതാര്? ഇവിടെ തന്നിരിക്കുന്നു ആസഫ് അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, തേജ് ബഹാദൂർ സപ്രു, നെഹ്റു. അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രിസഭയില് വാർത്താവിനിമയ വകുപ്പ് മന്ത്രി റാഫി അഹമ്മദ് കിദ്വായി ആയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി റാഫി അഹമ്മദ് കിദ്വായി. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചു. നാട്ടുരാജ്യക്കാന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ. 1, 2. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേക്ക് പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്നത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? സർവമത സമ്മേളനം എവിടെയാണ്? ആലുവയിലാണ്. ആലുവയില്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. വർഷം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തേത് സിറ്റിസൺ ഫോർ ഡെമോക്രസി. സിറ്റിസൺ ഫോർ ഡെമോക്രസി. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ബി ഹരി നായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മലയാണ്. തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിലെവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? അഞ്ചുവണ്ണം എന്നാൽ വാണിജ്യ സംഘമാണ്. അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിൽ ആരെ? മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരീസ് ഇതിൽ ഏത് സ്ഥലമാണ്? മുസിരീസ് കൊടുങ്ങല്ലൂരാണ്. മുസിരീസ് കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം. തമിഴ്നാടിനെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം. തമിഴ്നാടിനെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. ദൈവദശകത്തിലെ വരികളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഡീലനോയ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? മാപ്പിള കലാപം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. മനുഷ്യ ശരീരത്തിലെ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. മെലാട്ടോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ഡോട്ട്സ്. ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സാ രീതിയാണ്. ക്ഷയരോഗം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബയോ റെമഡിയേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബയോ റെമഡിയേഷൻ. എന്താണ്? മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കരയിനമാണ്? ഭാഗ്യലക്ഷ്മി പയറിന്റെ സങ്കരയിനമാണ് ഭാഗ്യലക്ഷ്മി. പയർ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചനകളാണ് ലൈക്കനുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലൈക്കനുകൾ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ടാണ് ഒരു കുതിരശക്തി. ഒരു ഹോഴ്സ് പവർ എന്നത് 746 വാട്ടാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ളത് റേഡിയമാണ്. റേഡിയം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റേഡിയം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്?
സിലിക്കൺ ആണ്, സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്തിൻ്റെയാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കുവാൻ സാധിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2000. കാർബൺ 12, 13, 14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്, കാർബൺ 12. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ് ആണ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് എന്തായി മാറുന്നു? വാതകമായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് ഉത്പതനം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറിയെന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അവധിനെയാണ്. അവധിനെയാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറിയെന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത്. 2026 G7 ഉച്ചകോടി നടന്ന രാജ്യം. G7 ഉച്ചകോടി 2026 എവിടെയാണ്? ഫ്രാൻസ് ആണ്. G7 ഉച്ചകോടി 2026 ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോർ ആണ്. ലാഹോർ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലാഹോർ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ഖാരിഫ് വിള ജൂൺ ടു സെപ്റ്റംബർ ആണ്. ജൂൺ സെപ്റ്റംബർ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ധോഡബെട്ടയാണ്. ധോഡബെട്ട. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ധോഡബെട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം. ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ആറളമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊഴിൽ ഘടന വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, രണ്ടാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു? സിന്ധു ശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത് സിന്ധു ശ്രീ ഗുള്ളർ. ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
ദാദാബായ് നവറോജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ദാദാബായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ആഗോളവത്കരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആഗോളവത്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് RBI ഡാറ്റ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, RBI ഡാറ്റ. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ കൗൺസിൽ. ജില്ലാ പഞ്ചായത്ത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? അനുച്ഛേദം 29 മുതൽ 30 വരെയാണ്. അനുച്ഛേദം 29 മുതൽ 30 വരെ. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏത്? രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ബേസോഫിൽ ആണ്. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽ. ജൈവ വൈവിധ്യനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജൈവ വൈവിധ്യനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ഏതാണ്? പ്രകൃതി നിർദ്ധാരണം. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി, ജലതന്മാത്രകളുടെ കമ്പനം. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം ജലതന്മാത്രകളുടെ കമ്പനമാണ്. താഴെ പറയുന്നവയിൽ ഘർഷണബലം എന്തിനെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്? ഘർഷണബലം ഉപരിതലങ്ങളുടെ സ്വഭാവത്തെയാണ്. ഉപരിതലങ്ങളുടെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം ഏത്? രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്